എല്ലാവർക്കും നമസ്കാരം. ഇത് പാപ്പനശ്ശേരി സ്നേക്ക് പാർക്കാണ് കേട്ടോ. ഇത് അന്തരിച്ച നമ്മുടെ മുൻ മന്ത്രി MV രാഘവൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 1982 അദ്ദേഹമാണിത് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇവിടെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉരകവർഗ്ഗങ്ങളെ ഇവിടെ സംരക്ഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. എൻട്രൻസിൽ നല്ല ഒരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ട്. അവിടെ നല്ലൊരു അക്വേറിയം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കേട്ടോ. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. കുറച്ച് നാശോന്മുഖമായിട്ട് പോയിരുന്നു. 1994 ഉണ്ടായിരുന്ന തീപിടുത്തത്തെ തുടർന്ന് ഒരുപാട് ഇത്തരത്തിലുള്ള ഉരകജീവികൾ, വളരെ വംശനാശ ഭീഷണിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉരകവർഗ്ഗങ്ങൾ അന്ന് നശിച്ചു പോയിരുന്നു. അതുപോലെ ഈ പാർക്കും ഏകദേശം ഒരു നാശാവസ്ഥയിലായിരുന്നു. പിന്നീട് അത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കാണുന്ന ഈ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എൻട്രൻസിൽ തന്നെ കുറേ മത്സ്യങ്ങളുണ്ട് കേട്ടോ. കുറേ അക്വേറിയം ഉണ്ട്. കുറേ സ്പീഷീസ് ഓഫ് മത്സ്യങ്ങൾ അവിടെ സംരക്ഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പാമ്പുകൾ മാത്രമല്ല, ചില പക്ഷികൾ, എന്താ പറയുക, വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉരകവർഗ്ഗങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മുതല, ചീങ്കണ്ണി, പിന്നെ ആമ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആമകൾ, പിന്നെ പക്ഷികൾ, അതുപോലെ പാമ്പ് പല വർഗ്ഗങ്ങളുണ്ട് കേട്ടോ. പലതരത്തിലുള്ള പാമ്പുകളും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇത് ഒരു റിനോവേഷൻ പാതയിലാണ്. കാരണം പല സ്ഥലത്തും ചെടികളൊക്കെ നന്നായിട്ട് നട്ട് ഒക്കെ ഭംഗിയാക്കുന്നത് കണ്ടു. അപ്പോൾ പണിയൊക്കെ കഴിയുമ്പോഴേക്ക് ഏകദേശം നല്ല ഭംഗിയുണ്ടാവുമെന്നാണ് തോന്നുന്നത്. കുറച്ചൊരു നാശോന്മുഖമായ അവസ്ഥയിലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണാത്ത ചില കാട്ടുപൂച്ച, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടു കേട്ടോ. നമ്മൾ സാധാരണ അങ്ങനെ കാണാറില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ കാട്ടുപൂച്ച ഏകദേശം നമ്മുടെ പൂച്ചയുടെ മാതിരി തന്നെ ഉണ്ട്, കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. പിന്നെ കുരങ്ങന്മാരുണ്ട്. അങ്ങനെയുള്ള കുറേ ജീവികളെ ഇവിടെ സംരക്ഷിച്ച് വരുന്നുണ്ട്. ഇത് കണ്ണൂർ ജില്ലയിലെ ആന്തൂർ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള പാപ്പനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്ത് തന്നെയാണ് മുത്തപ്പൻകാവ് ക്ഷേത്രം. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ വരികയാണെങ്കിൽ വളരെ നല്ല ഒരു സ്പോട്ടാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനോടനുബന്ധിച്ച് 1964 ഒരു വിഷചികിത്സാ കേന്ദ്രവും കൂടി ആരംഭിച്ചിരുന്നു. CP കുമാരൻ വൈദ്യരുടെ പേരിലാണ് ഈ ഒരു വിഷചികിത്സാ കേന്ദ്രം അറിയപ്പെടുന്നത്. പാമ്പുകടിയേറ്റ ഒരുപാട് രോഗികളെ ഇവിടെ ചികിത്സയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ക്ലിനിക്കലി ഡോക്യുമെൻറ്റഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും കണ്ണൂരിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണ് ഇത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയ സമയത്താണ് ഈ സ്നേക്ക് പാർക്ക് വിസിറ്റ് ചെയ്തത്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞങ്ങൾ പോയതെങ്കിലും, കാരണം നേരത്തെ നമ്മൾ കേട്ടതനുസരിച്ച് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണല്ലോ. ആ ഒരു ഇതിലാണ് നമ്മൾ പോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കുറച്ചൊരു നാശോന്മുഖമായ രീതിയിലാണ് നമ്മൾ കണ്ടത്. അതിപ്പോൾ ഒരു റിനോവേഷൻ്റെ പാതയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം കൊണ്ടൊക്കെ അതിൻ്റെ റിനോവേഷൻ വർക്കുകളൊക്കെ പൂർത്തിയാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫുൾ ഫ്ലെഡ്ജഡായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു ടൂറിസ്റ്റുകളൊക്കെ വരുന്ന മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലേക്ക് ഇത് വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്ത് തുടങ്ങുമെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തു, മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടു, കുറേ സ്നാപ്സും ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ മടങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. പിന്നെ ഇവിടെ ഒരു നക്ഷത്ര വനം നിർമ്മിക്കാനുള്ള തുടക്കമിട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ ചെടികൾ. എങ്കിലും നമ്മുടെ ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷങ്ങൾ പറയുന്നുണ്ടല്ലോ അസ്ട്രോളജിയിൽ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഓരോ നക്ഷത്രത്തിനും പറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങൾ അവിടെ പ്രത്യേകം ലേബലൊക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കി, നമ്മുടെ നക്ഷത്രവും മക്കളുടെ നക്ഷത്രമൊക്കെ നോക്കി ഞങ്ങളങ്ങനെ നടന്നു കുറേ സമയം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വരികയാണെങ്കിൽ നല്ല നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ എമുവിനെ കണ്ടു. എമു 2-3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അവരിങ്ങനെ നടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിന്നെന്താ, ചെറിയ ചെറിയ പക്ഷികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉണ്ടായിരുന്നത്. എങ്കിലും നല്ല രസമായിട്ടുള്ളൊരു യാത്രയായിരുന്നു.